Continue steadfastly in prayer, being watchful in it with thanksgiving. Colossians chapter 4, verse 2. We begin with a sign of the cross in the name of the Father, and of the Son, and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാവങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നിറഞ്ഞ മറിയമേ, സമാധാനം, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. മായ ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാന്റെ വീഴ്ചകളണമേ. ആമേൻ. യേശു ക്രിസ്തുവേ, നിനക്ക് നന്ദി, നിനക്ക് മഹത്വം, നിനക്ക് രാജ്യവും ബഹുമാനവും ആധിപത്യവും നിന്റേതാകുന്നു. നീ ജീവന്റെ ഉറവിടമാകുന്ന ക്രിസ്തുവേ, ഞങ്ങളുടെ സ്വർഗീയ നാഥ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയില് ഈ ശനിയാഴ്ച രാത്രി 9:30 മണിക്ക് നിന്റെ സുവിശേഷ മേഖലയാകുന്ന വിശുദ്ധ മറിയം വീടിന്റെ പേരില് നടത്തുന്ന പ്രയർ മീറ്റിങ്ങില് ഞങ്ങൾക്ക് സംബന്ധിക്കാൻ നീ അനുവദിച്ച നിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നിന്നെ സ്തുതിച്ചുകൊണ്ട്, ദൈവമേ, ഈ പ്രാർത്ഥന യോഗം നിന്റെ കരങ്ങളില് നിന്റെ പരിശുദ്ധാത്മാവ് 1-ാം നൂറ്റാണ്ടിലെ പ്രകാരം ശിഷ്യഗണങ്ങളുടെ മേലിറങ്ങി അവരെ ശക്തരാക്കിയ പ്രകാരം ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിലും നിന്റെ ആത്മാവിറങ്ങി അഗ്നി കത്തി അനേകർക്ക് സൗഖ്യവും സമാധാനവും ശാന്തിയും ആത്മരക്ഷയും, ദൈവമേ, നിന്റെ സുവിശേഷ മേഖലയാകുന്ന വിശുദ്ധ മറിയം വീടും അതിന്റെ അനുബന്ധമുള്ള കാര്യങ്ങളും അതിന്റെ പ്രവർത്തകര്, അന്തേവാസികള്, ദൈവമേ, നീ അനുഗ്രഹിക്കട്ടെ. അതിനൊരു തുള്ളി വെള്ളം തന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ യോഗം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു എന്ന മഹാദൈവനാമത്തിൽ തന്നെ, ആമീൻ. സങ്കീർത്തനം 121. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്നെ സഹായിക്കുന്നവൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാവുന്നു. അവൻ തന്റെ കാൽ എഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്റെ കാവൽക്കാർ ഉറക്കം തൂങ്ങിയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. എന്റെ കാവൽക്കാരൻ കർത്താവാവുന്നു. കർത്താവ് വലങ്കയോടെ നിനക്ക് നേരിടും. പകൽ ആദ്യത്തിനും രാത്രി ചന്ദ്രൻ നിന്നെ മുദ്രയിക്കുകയില്ല. കർത്താവ് ദോഷം നിന്നെ കാത്തുകൊള്ളും. അവൻ നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. കർത്താവിന്റെ ഗമനത്തെയും രാഗത്തെയും നീക്കം പരിപാലിക്കും. ദൈവമേ, സ്തുതിയാൻ തുല്യമാവുന്നു. Within your mighty hand, when the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still, know you are God. Find rest, my soul, in Christ alone. Know His power in quietness and trust. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still, know you are God. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still, know you
ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Psalms 91. അത്യുന്നത മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ പെട്ടക്കാരന് കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവന്റെ തുകലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇടി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ എന്റെ വാസ്തലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. തന്റെ കാൽ കല്ലിൽ തട്ടിപ്പാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേൽ മണയിന്മേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്നേഹമാകുന്നു പാർക്കും. Let us pray. Heavenly Father, we bow down before your throne of grace in all humility to praise you, to thank you, to worship you. As another day unfolds before us, we come before you with a heart full of hope and gratitude. Thank you, Master, for your amazing power and work in our lives. Help us to fix our eyes and our hearts on you alone. Give us the wisdom to do your will and to serve the poor and the downtrodden. May the Holy Spirit guide us and lead us. Week after week, we gather together as a family to pray for the needs of others and for our St. Mary and Vishuddha home. Your divine grace alone is sufficient for us, Lord. Thank you, Father, for protecting us all under your divine wings. Almighty Father, we call unto you with trustful faith for this Vishuddha home, this vision that you have given to our dear Paulus Sachin. In all his true dedication, may this vision be fulfilled with your mighty power and grace. This power that gave sight to the blind and made the lame walk. May this home for the abandoned, the destitutes, and the have-nots be a beacon of light and a place of comfort and consolation, and stand as a testimony of your love to glorify your precious name. Nothing is too difficult for you, Master. May the word of God go deep into our hearts, instilling the true spirit of giving and sharing, enabling us to continue this mission of our Vishuddha home. We submit our St. Marian home in your loving hands. Father, may our community kitchen satisfy the greatest hunger of mankind. May every hand that prepares the food and every heart that gives be blessed. We pray for all ardent supporters, all our sponsors for the home and for the one-day meal be blessed. We remember with gratitude all the families who sponsored for the meal for the whole of this week. We pray for the families who generously donated all the rice bag requirements for this month. We pray for our dear Tirumeni and for all our dear Rachans who lead us in prayer, and for the Holy Kurbana at St. Joseph's Chapel, Trishul. We pray for all our life members, all our well-wishers from other communities and other religions, for their loving support to our home, and may they all be blessed in a mighty way for the continued support and help. We uphold all our dear doctors and our nurses for their charitable, loving, and caring services to all our residents in our home. We pray for all our dear service providers and all our staff members who tirelessly serve with just true dedication and affection to all our members of the Vishuddha home. We pray that you bless all our ardent members who help in our online media postings, creating an impact to serve and help the poor and the abandoned. May all our prayer warriors be blessed with your grace. Father, we pray that you bless all the priests and members
of the Chelakara St. George's Jacobite Church for the generous support and visit to our visitor home, making it a joyous day for them all. We submit all our families into your loving hands. We pray for all those who are sick and those who are in need of our prayers. Master, may the Holy Spirit guide and bless us in the completion of all our ongoing projects, our palliative care home and our retreat center. Help us, Lord, to face all the hurdles and obstacles that come in the way of our mission work. Your ways, Lord, are greater than our ways, as you are going to make the dedication of our home and the retreat center possible by January 2025. Thank you, Lord, for answering all our prayers, as this is your promised word. Nothing is impossible for you, Master. David cried unto you, and you answered his prayers, and you saved him from the lion's den. Elisha prayed unto you, and he answered the prayers. May the word of God be a lamp to our feet and a light to our path, and strengthen us all in a mighty way. Father, we pray for the support given for the project Roof for the Roofless, and may many more sponsors open their hearts for this noble deed. We also pray for the need of a lift for a palliative care home. It is the Lord's doing, and this miracle is going to happen before us. Let his precious name be glorified. You are a living God. You are a refuge and a strength. You are a miracle God. O Prince of miracles, there is victory in the precious blood of Jesus. You are the Alpha and the Omega. May the unfailing love of our resurrected Lord be with us as we put all our hope and trust in you and you alone. Help us, Lord, to be mindful of the needs of others and to give generously and joyfully. And in doing this, we are fulfilling your will alone, as all that we have belongs to you, Lord. And these are your gifts to us. Father, open our hearts to share this joy with the least of our brethren. We offer all our praise to you, Lord, you who has taught us to love one another as you have loved us. Ego Vaire El Shaddai, Viranam Devam Alpuda Mandri Saukya Prabhu. Amen and Amen. St. Matthew chapter 14, verse 14 to 23. Barkumor. അവൻ വന്നു, വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചു. സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ നിൽക്കുക യോഗ്യമാകും. Let us meditate on the verse, St. Matthew chapter 14, verse 23, which reads as follows. After sending the people away, he went up a hill by himself to pray. It is pertinent to note that the Bible records close to 25 instances when Jesus prays to his heavenly Father, the first being at the time of his baptism, as recorded in St. Luke chapter 3, verse 21. A few others being on the Mount of Temptation when he prayed for 40 days and 40 nights after the healing of a man with a dreaded skin disease, as recorded in St. Luke chapter 5 verse 16, after healing Simon's mother-in-law and several others from their diseases and removing demons, as recorded in St. Mark chapter 1 verse 35, feeding of the 5,000 and the 4,000, before he calls out Lazarus from his tomb, on the Mount of Transfiguration, and in the Garden of Gethsemane before his crucifixion, and on the cross too he prays for those who tormented him.
It is clear from this that Jesus always prayed and maintained a very close communion with God. He prayed before and after performing miracles, publicly reiterating the importance of prayers to all those who witnessed it. He sought God in everything he did and prayed privately to further strengthen his relationship with God. Jesus, through his actions, has shown us the importance of prayer. Whenever we have a decision to take, be it big or small, it is better to submit in prayer, and godly wisdom and guidance will be ours for sure. This prayer that we do every Saturday helps in submitting our combined prayer requests to God. We trust that our prayers will be heard and answered. Lord God, we thank you for enabling us to come together today in prayer. We seek your blessings upon our home and all the projects of the Marian Trust. We ask this in the name of the Father, the Son, and the Holy Spirit. Amen. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മൾ കേട്ട വചനം നമുക്ക് ഓർക്കാം. ഒരു വലിയ ഇഷ്യൂ ആണ്. ഒരുപാട് ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. അത് കർത്താവ് അത് റെക്കഗ്നൈസ് ചെയ്തു. നമ്മുടെ ജീവിതത്തിലും വലിയ വിഷയങ്ങളുണ്ട്, ചെറുതും വലുതുമായ അനേക വിഷയങ്ങളുണ്ട്. കർത്താവ് റെക്കഗ്നൈസ് ചെയ്തതുപോലെ നമ്മുടെ വിഷയങ്ങളെ നമ്മൾ പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാല് സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിൽ അവർക്ക് കണക്ക് ഇഷ്ടമല്ലെങ്കിൽ കണക്ക് അവർ മാറ്റി വയ്ക്കും. We have to accept our problems as problems, subject as subjects. അങ്ങനെ മാറ്റി വയ്ക്കാതെ ആ വിഷയത്തെ കാണണം. കണ്ടാൽ മാത്രം പോരാതെ കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവ്, when he have a problem, he accepted it and he have willingness to solve it. See what you have എന്ന് ചോദിച്ചല്ലോ, ഒരു അപ്പം മീനും കൊടുത്തല്ലോ. അല്ല, നമ്മളും ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ അത് മാറ്റിയെടുത്തല്ലോ. നമുക്ക് എന്ത് വിഷയമായാലും സോൾവ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയത്തെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം. കർത്താവ് lifted his hand, put the bread on his hands and blessed it. സ്വർഗ്ഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ദൈവമക്കളാകും നമുക്ക് ഓരോ വിഷയങ്ങളെയും ദൈവത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനുള്ള മനോഭാവം ഉണ്ടാവണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു കഴിയണം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരം കിട്ടും. എന്നിട്ട് അത് വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും നിറഞ്ഞു കൊടുത്തു, ബാക്കി വന്നു. ഇതിവിടെ ദൈവജനമേ, നമുക്ക് ഇങ്ങനെ ഓർക്കാം, നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം, യേശുവിന് വേണ്ടി സമർപ്പിക്കാം. രോഗാവസ്ഥ, സഹായാവസ്ഥ, മക്കളെ കുറിച്ചുള്ള വറി, കുടുംബത്തെ കുറിച്ചുള്ള വറി, പ്രായമോ മറ്റു കാര്യങ്ങളും ബന്ധപ്പെട്ട വിഷമങ്ങള്, സാമ്പത്തിക വിഷമങ്ങള്, എല്ലാം ഉപജീവനമാർഗത്തെ കുറിച്ചുള്ള വിഷയങ്ങള് ഓർക്കാം, പ്രാർത്ഥിക്കാം. അത് നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യല്ല വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യല്ല വേണ്ടത്. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ വലിയ വിഷയങ്ങൾ നമുക്ക് ചെറുതായിട്ട് സ്റ്റോപ്പപ്പ് ചെയ്യാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. ചെറുതാക്കി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാതെ ഇവിടെ നിന്ന് ആരംഭിക്കണമെന്ന് ചിന്തിക്കുക. എന്ന് പറഞ്ഞാല് ഒരു ബന്ധുവായിട്ട് നമുക്ക് വഴക്കാൻ വിചാരിച്ചോ, ഭയങ്കര വഴക്കാൻ വിചാരിച്ചോ, ഉടനെ നേരെ എന്ന് ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതോട് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് പതുക്കെ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക. നമുക്ക് അവർക്കും അറിയാവുന്ന ആളുകളുണ്ടാകാം, ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ സാധിക്കുന്ന വഴിയായിട്ട്, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന വഴിയായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ ആശ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, യേശുവേ, ഈ നിമിഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാനഡയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, പല ഭാഗത്തു നിന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നാഥ. എല്ലാവരും കൂട്ടി വരുത്തിയല്ലോ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും ദൈവമേ. ഇപ്പോൾ ഈ പ്രയർ ലൈനിലുള്ള എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ചേരാൻ കഴിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
വിശേഷാൽ ഞങ്ങളുടെ സങ്കടമോർത്ത് ഞങ്ങൾ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മൃതദേഹങ്ങളെയും നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എൻ്റെ നാഥ, അനേകരുടെ പ്രകാശം ഇരുണ്ടുപോയല്ലോ, അനേകരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയല്ലോ, അനേക കുഞ്ഞുങ്ങൾ അനാഥരായല്ലോ നാഥ, അനേക സ്ത്രീകള് വിധവകളായല്ലോ ദൈവമേ. വിധവയായ ഒരു സ്ത്രീക്ക് നാട്ടിൽ ജീവിച്ചു പോകാൻ എത്ര വിഷമമുണ്ട് നാഥ. അനാഥരായ മക്കൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ട് നാഥ. അനേക ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രാൻഡ് മദേഴ്സും ഇവർ വെൽ സപ്പോർട്ടഡ്, സപ്പോർട്ടെല്ലാം മാറിപ്പോയല്ലോ ദൈവമേ. ബട്ട് യു ആർ ദെയർ ലോർഡ്, യു ആർ ഇൻ കൺട്രോൾ. യു ക്യാൻ ഗ്രാൻഡ് ബ്ലെസ്സിങ്സ് ഓൺ ഓൾ ഓഫ് ദം വിത്ത് ദൈ ഹോളി സ്പിരിറ്റ് ലോർഡ്. അനേകരുടെ മനസ്സുകളെ, തളർന്ന മനസ്സുകളെ ജീവിപ്പിക്കാൻ പരിശുദ്ധാത്മാൻ സാധിക്കുമല്ലോ. അനേക മനസ്സുകളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമല്ലോ. അനേക സങ്കടങ്ങളെ നീക്കാൻ പറ്റുമല്ലോ, കണ്ണീർ തുടയ്ക്കാൻ പറ്റുമല്ലോ. അനേക മക്കൾക്ക് ആവശ്യമായ സംരക്ഷണങ്ങൾ നൽകുവാൻ പരിശുദ്ധാത്മാവൻ ദൈവം അങ്ങ് കാവൽക്കാരനാണല്ലോ, സഹായിയാണല്ലോ, അവർക്ക് വേണ്ടി വാദിക്കുന്നവനാണല്ലോ, അവരോട് വാദിക്കുന്നവനാണല്ലോ പരിശുദ്ധാത്മാവൻ. പരിശുദ്ധാത്മാവേ, ഞാൻ വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നു, വേഗം ചേരും നിൻപുരേ കാണും പ്രിയരേ. ഇന്നു ഞാൻ വിശ്വാസത്താൽ യാത്ര ചെയ്യും.